തുടങ്ങിക്കോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തത് സ്കർവി, രണ്ടാമത്തത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത്. അപ്പം ഫസ്റ്റ് വൈറ്റമിൻ സി എന്താണ്, ജസ്റ്റ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ചുമ്മാ കേട്ടിരിക്കാൻ വേണ്ടി. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ് ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസിൽ നിന്ന് ഒരു എൻസൈം വരും. ആ എൻസൈമിന്റെ പേരാണ് ഗുലനോലാക്ടോൺ എന്നാണ്. GULONO ലാക്ടോൺ. ഇത് നമ്മുടെ ബോഡിയിലില്ല, ആനിമൽസിന്റെ ഒക്കെ ബോഡിയിലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ വൈറ്റമിൻ സിയെ സിന്തസൈസ് ചെയ്യുന്നില്ല. നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ എൻസൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആനിമൽസിനൊക്കെ സിന്തസൈസ് ചെയ്യാം, അതുപോലെ പ്ലാന്റ്സിന്. ഓക്കെ, ഇനി വൈറ്റമിൻ സിയുടെ സോഴ്സസ് ഒക്കെ അറിയാലോ. സിട്രസ് ഫ്രൂട്ട്സ്, ബെറീസ്, ടൊമാറ്റോസ്, അവിടെ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നത്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ സിയുടെ ഫങ്ഷൻസ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പ്രോട്ടോ കൊളാജിൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ്. പ്രോട്ടോ കൊളാജിൻ എന്ന് വെച്ചാൽ കൊളാജിന്റെ പ്രിക്കഴ്സർ ആണ്. അപ്പം ഈ കൊളാജിൻ എന്തിനാ വേണ്ടത്? സോഫ്റ്റ് ടിഷ്യൂവിന്റെ ഒക്കെ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് അല്ലേ. അപ്പൊ നോർമൽ കണക്റ്റീവ് ടിഷ്യൂവിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി വേണ്ടത്. അതുപോലെ തന്നെ വൂണ്ട് ഹീൽ ചെയ്യുമ്പോഴും കൂടുതലും നമ്മൾ സ്കാർ ഒക്കെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട്. അപ്പൊ വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബോൺ ഫോർമേഷന് എല്ലാം ഈ വൈറ്റമിൻ സി അതിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, കൊളാജിൻ ഫോർമേഷൻ, മെയിൻ്റനൻസ് ഓഫ് നോർമൽ കണക്റ്റീവ് ടിഷ്യൂ, വൂണ്ട് ഹീലിംഗ്, പിന്നെ ബോൺ ഫോർമേഷൻ. അതുപോലെ തന്നെ അയൺ അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയണിന്റെ അബ്സോർപ്ഷനും വേണ്ട. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ സോഴ്സസ് പറഞ്ഞു. പിന്നെ നോർമലി ഇതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫൻസിനും ചൈൽഡ്സിനും രണ്ടാണ്. ഇൻഫൻസിന് എന്ന് പറഞ്ഞാൽ 30 to 40 mg ഡെയിലി വേണം. ചൈൽഡിന് എന്ന് പറഞ്ഞാൽ 40 to 70 വേണം. ഓക്കെ, 30 to 40, 40 to 70 ഡെയിലി റിക്വയർമെന്റ്. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് ഈ ബോട്ടിൽ ഫീഡ് ആയിട്ടുള്ള ബേബീസിനൊക്കെ ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവർ ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാതെ വേറെ സംഭവങ്ങളൊക്കെ അല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഇതിന്റെ അബ്സോർപ്ഷൻ പറയുവാണെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് അബ്സോർപ്ഷൻ, അപ്പർ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസോർഡർ ആണ് സ്കർവി. ഓക്കെ, സ്കർവി നമ്മുടെ ഒരു ഷോർട്ട് നോട്ട് ആണ്. ഇപ്പൊ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്കർവിയുടെ ഡെഫിഷ്യൻസി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ ആദ്യം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ പെറ്റീക്കെ എന്ന് പറയും. പെറ്റീക്കെ, ബോഡി മുഴുവൻ പെറ്റീക്കൽ റാഷസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി, അനീമിയ, അനറക്സിയ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അനീമിയ, അനറക്സിയ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പെറ്റീക്ക് ഓർത്ത് വെച്ചാൽ അനീമിയ, അനറക്സിയ അതൊക്കെ ഉണ്ടാവും. പിന്നെ ജിഞ്ചൈവൽ സ്വെല്ലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലീഡിങ് ഗംസ്, നമ്മളെപ്പോഴും പണ്ടേ പഠിച്ചിട്ടുള്ള എന്തോ ബ്ലീഡിങ് ഗംസ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. പിന്നെ പെരിഫറൽ എഡിമ കാണാൻ പറ്റും, പെരിഫറിയിലൊക്കെ എഡിമ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോണിന്റെ ഒരു കമ്പോണന്റ് ആണ് ഇത്, ബോൺ ഫോം ചെയ്യാനുള്ള. അപ്പം ഈ ബോൺസിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സബ് പെരിയോസ്റ്റിയൽ ബ്ലീഡ് ഉണ്ടാക്കും, ഓക്കെ. പിന്നെ ഇവർക്ക് ലിംസ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഇന്നബിലിറ്റി ടു മൂവ് ലിംസ്. അതിനെ നമ്മൾ സ്യൂഡോ പാരാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ഈ ബോണിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സംഭവമാണ് ഫ്രോഗ് ലൈക്ക് പോസ്ചർ. ഈ പിള്ളേരെ നമ്മൾ നോക്കിയാൽ തവള കിടക്കുന്ന പോലെ ഇരിക്കും. കാരണം ഇവർക്ക് ഈ ഹിപ്പും നീയും ഒക്കെ ഒരു സെമി ഫ്ലക്ഷൻ ആയിട്ടായിരിക്കും ഇവർക്ക് ഇരിക്കുന്നത്. സെമി ഫ്ലക്ഷൻ, ഹിപ്പും നീയും ഒക്കെ. ഇത് കാണിച്ചു തരാം. പറഞ്ഞ ബ്ലീഡിങ് ഗംസ് പറഞ്ഞു, പെറ്റിക്കെ പറഞ്ഞു. പിന്നെ ഇത് പെരിഫോളിക്കുലർ അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ജോയിന്റിലൊക്കെ എഫ്യൂഷൻസ് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹീമാർത്രോസിസ്, പെയിൻഫുൾ ജോയിന്റ് സ്വെല്ലിങ്സ് കാണാം. ഓക്കെ, അനീമിയ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രോഗ് ലൈക്ക് പോസ്ചർ ആയിരിക്കും കൊച്ചുങ്ങൾ. കണ്ടോ, സെമി ഫ്ലക്ഷൻ ഓഫ് നീയും അതുപോലെ തന്നെ ഹിപ്പും നീയും സെമി ഫ്ലക്ഷൻ പോസ്ചറിലായിരിക്കും. അതിനെയാണ് ഫ്രോഗ് ലൈക്ക് പോസ്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന സ്യൂഡോ പാരാലിസിസ്, കാരണം ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ലിംസ്. പാരാലിസിസ് വന്നവരെ പോലെ ആയിരിക്കും, പക്ഷെ ഒരു ട്രൂ പാരാലിസിസ് അല്ല, സ്യൂഡോ പാരാലിസിസ് ആണ്. ഓക്കെ, ഫ്രോഗ് ലൈക്ക് പോസ്ചർ. പിന്നെ ഇതാണ് സ്വെല്ലിങ്സ് കാണാൻ പറ്റും.
പെയിൻഫുൾ ജോയിന്റ് സ്വെല്ലിങ്സ്. പിന്നെ ഇത് ഈ കാണുന്നതിന്റെ പേരാണ് സ്കോർബ്യൂട്ടിക് റോസറി എന്ന് പറയുന്നത്. സ്കോർബ്യൂട്ടിക് റോസറി, റിക്കറ്റി റോസറി എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ സ്കോർബ്യൂട്ടിക് റോസറി. ഇതെന്ന് വെച്ചാൽ ഈ കോസ്റ്റോകോൺട്രൽ ജംഗ്ഷനിലെ അവിടെയൊക്കെ സ്വെല്ലിങ്സ് ആയിട്ടായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. കോസ്റ്റോകോൺട്രൽ ജംഗ്ഷൻ, അതായത് നമ്മുടെ ഈ റിബ്സ് വന്നിട്ട് സ്റ്റേണമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ട് ഉണ്ടല്ലോ, അവിടെ സ്വെല്ലിങ്സ് ആയിട്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റേണം അങ്ങ് താന്നു പോകും, ഫ്ലാറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്കോർബ്യൂട്ടിക് റോസറി എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്രഷൻ ഓഫ് സ്റ്റേണം, കോസ്റ്റോകോൺട്രൽ ജംഗ്ഷനിലെ ആംഗുലാർ സ്വെല്ലിങ്സ്, അതിനെയാണ് സ്കോർബ്യൂട്ടിക് റോസറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡയഗ്നോസിസിലോട്ട് പോവാം. ഫസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എടുക്കുക. ഓക്കെ, ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കടലിൽ പോകുന്നവര് അവർക്കൊക്കെ സ്കർവി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കത്തില്ല. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ആയിട്ടുള്ള ബേബീസ്, ബ്രസ്റ്റ് ഫീഡ് അല്ല, ബോട്ടിൽ ഫീഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ആ ഒരു റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. ഈ ബോട്ടിൽ ഫീഡ് ആയിട്ടുള്ള ബേബീസിന് വല്ല കൗ മിൽക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവർക്കും ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ ചോദിക്കണം. പിന്നെ ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ ആണ്. കുറെ സയൻസ് ഉണ്ട് ഇതിന്റെ അകത്ത് സ്കർവിക്കകത്ത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ബോൺസ് നോക്കുമ്പോൾ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും, ഗ്രൗണ്ട് ഗ്ലാസ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന കുറെ സയൻസ് ആണ്. ആദ്യം നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ബോൺ നോക്കുമ്പോൾ പെൻസിൽ ലൈക്ക് ബോൺസ് ആയിരിക്കും, പെൻസിൽ പോലെ ഇരിക്കും ബോണൊക്കെ. ഓക്കെ, ആ ഭയങ്കര തിന്നായി പോകും, തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ട്. അതിനെ നമ്മൾ പറയുന്നത് അപ്പിയറൻസ് വിത്ത് തിന്നിങ് ഓഫ് കോർട്ടെക്സ്, പെൻസിൽ തിൻ കോർട്ടെക്സ് എന്ന, പെൻസിൽ തിൻ കോർട്ടെക്സ്, പെൻസിൽ പോലെ കോർട്ടെക്സ്. ഓക്കെ, അതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വിംബർഗർ സൈൻ, ഇതൊരു വിംബർഗർ റിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടോ, ഈ മോളില് എപ്പിഫൈസിസ് നോക്കുവാണെങ്കിൽ എപ്പിഫൈസിന് മോളിൽ ഒരു റിങ് പോലെ, അതായത് എപ്പിഫൈസിനെ കവർ ചെയ്തിട്ട് ഒരു വൈറ്റ് റിങ് പോലെ ഒരു സംഭവം വരും. അതിനെയാണ് നമ്മൾ വിംബർഗർ റിംഗ് സൈൻ എന്നാണ്, റിംഗ്. ഓക്കെ, എപ്പിഫൈസിന്റെ പുറത്തായിട്ട്. അത് അടുത്ത പടത്തിൽ നല്ലോണം കാണാം. ഇതായത് കണ്ടോ, ഇതൊരു ബോണാണ്, ഇത് വേറൊരു ബോണാണ്. അപ്പം അതിന്റെ രണ്ട് എപ്പിഫൈസ് നോക്കുമ്പോൾ റിങ് പോലെ ഇരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ വിംബർഗർ റിംഗ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായത് റിംഗ് എപ്പിഫൈസിസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈൻ കാണാൻ പറ്റും. അതിനെയാണ് വൈറ്റ് ലൈൻ ഓഫ് ഫ്രാങ്കൽ എന്ന് പറയുന്നത്. ഫ്രാങ്കൽ അത് കാണുന്നത് മെറ്റാഫൈസിസിലാണ്. ഓക്കെ, ഇത് എപ്പിഫൈസിസ് ആയി റിംഗ് ഷേപ്പിൽ കാണുന്ന. ഇനി ഇവിടെ ഈ പാർട്ട് എന്ന് വെച്ചാൽ മെറ്റാഫൈസിസാ. ആ മെറ്റാഫൈസിസ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡെൻസ് ആയിട്ടുള്ള വൈറ്റ് കണ്ടോ, ആ വൈറ്റ് സാധനം ഇങ്ങനെ ചതഞ്ഞിരിക്കുന്ന പോലത്തെ, അതിനെയാണ് നമ്മൾ ഫ്രാങ്കൽസ് ലൈൻ എന്ന് പറയുന്നത്, അല്ല വൈറ്റ് ലൈൻ ഓഫ് ഫ്രാങ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ടായി, ആ ബ്ലാക്ക്, അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രിമ്മർ ഫീൽഡ് സോൺ എന്ന് പറയും. സ്പെല്ലിംഗ് ഏതാ, ട്രിമ്മർ ഫീൽഡ്, ഫെൽഡ് ആണ്, ഫെൽഡ് FELD, ട്രിമ്മർ ഫീൽഡ് സോൺ. അപ്പം ഒന്നാമത്തത് എപ്പിഫൈസിസ് റിംഗ് ഷേപ്ഡ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ വിംബർഗർ റിംഗ് സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ മെറ്റാഫൈസിസ് നോക്കുമ്പോൾ അവിടെ ഒരു ബോൺ ഡെൻസിറ്റി കൂടിയ ഏരിയ കാണാൻ പറ്റും. ഓക്കെ, ആ എന്തോ ഒരു സോൺ, വെൽ കാൽസിഫൈഡ് കാർട്ടിലേജ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ ടെക്സ്റ്റ് പറയുന്നത്. വെൽ കാൽസിഫൈഡ് കാർട്ടിലേജ്, ഈ വൈറ്റ് ചതഞ്ഞു പോലെ ഇരിക്കും. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ ഒരു റെയർ ഫ്രാക്ഷൻ ഏരിയ, സോൺ ഓഫ് റെയർ ഫ്രാക്ഷൻ. ഇത് ഈ നമ്മുടെ ലൈന് പ്രോക്സിമൽ ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെയാണ് നമ്മൾ ട്രിമ്മർ ഫെൽഡ് സോൺ എന്ന് പറയുന്നത്, ട്രിമ്മർ ഫെൽഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ തന്നെ ഈ ഡെൻസ് ആയിട്ടുള്ള ഏരിയയുടെ ലാറ്ററൽ എൻഡ് നോക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ പെൽക്കൺ സ്പർ എന്ന് പറയുന്നത്, പെൽക്കൺ. ഓക്കെ, അപ്പം എപ്പിഫൈസിസിൽ റിംഗ് എപ്പിഫൈസ് ആയിരിക്കും, അതിന്റെ വേറൊരു പേരാണ് വിംബർഗർ റിംഗ് സൈൻ. പിന്നെ നമ്മൾ മെറ്റാഫൈസിസ് നോക്കുമ്പോൾ ഒരു വൈറ്റ് ലൈൻ കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ നല്ല കാൽസിഫൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അതിനെയാണ് നമ്മൾ വൈറ്റ് ലൈൻ ഓഫ് ഫ്രാങ്കൽ എന്ന് വിളിക്കുന്നത്. ഇനി ആ മെറ്റാഫൈസിസിന്റെ തൊട്ട് പ്രോക്സിമൽ ആയിട്ട്, അതായത് ഈ ഫ്രാങ്കലിന്റെ തൊട്ട് പ്രോക്സിമൽ ആയിട്ട് ഒരു റെയർ ഫ്രാക്ഷൻ ഏരിയ കാണും, അതിനെ നമ്മൾ ട്രിമ്മർ വെൽ സോൺ എന്ന് പറയും. പിന്നെ ഈ ലാറ്ററൽ എൻഡ്, അതായത് ഒരു സ്പർ പോലെ കാണുന്ന ലാറ്ററൽ എൻഡ് ഓഫ് ഈ എന്തുവാണ് ട്രിമ്മർ ഫീൽഡ് സോണിനെയാണ് നമ്മൾ പെൽക്കൺ സ്പർ എന്ന് പറയുന്നത്, പെൽക്കൺ. ഓക്കെ, ഇത് ഇത്ര ഓർത്ത് വെച്ചോണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള്
പെൻസിൽ പോലെ ഇരിക്കും, കണ്ടോ? കോർട്ടെക്സ് നോക്കും, പെൻസിൽ കോർട്ടെക്സ്, പെൻസിൽ തിൻ കോർട്ടെക്സ് ആയിരിക്കും. പിന്നെ സബ്പെരിയോസ്റ്റൽ ഹെമറേജ് കാണുമെന്ന് ഞാൻ ആ ക്ലിനിക്കൽ ഫീച്ചറിൽ പറഞ്ഞായിരുന്നല്ലോ, ആ സംഭവം. പിന്നെ അതാണ്ട് എപ്പിഫൈസസ് ഇതിൻ്റെ അകത്ത് നല്ലോണം കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു റിങ് പോലെ, വിംബർഗർ റിങ്. ഓക്കെ, അത് എപ്പിഫൈസിസിലാണ്, ഇത് മെറ്റാഫൈസിസിലാണ്. വൈറ്റ് ലൈനോ ഫ്രാങ്കിലോ ആണെന്ന് അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ ഡയഗ്നോസിസ് ഇത്രയേ ഉള്ളൂ. എക്സ്റേ എടുക്കുക, പിന്നെ ഹിസ്റ്ററി ടേക്കിങ്, പിന്നെ മറ്റേ ബോട്ടിൽ ഫീഡിന്റെ കാര്യം ചോദിക്കുക, പിന്നെ ഡയറ്റിന്റെ കാര്യമൊക്കെ ചോദിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ വൈറ്റമിൻ സി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വൈറ്റമിൻ സിയുടെ ഡോസ് നമ്മൾ നോക്കണം, 100 to 200 mg വൈറ്റമിൻ സി കൊടുക്കണം. ഓറലി കൊടുക്കാം, അല്ലെങ്കിൽ പാരന്റലി കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈറ്റമിൻ സി ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ 100 ml ഓറഞ്ച് ജ്യൂസോ ടൊമാറ്റോ ജ്യൂസോ ഒക്കെ കുടിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സാധനമാണ് സിങ്കിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ സിങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് മോസ്റ്റ് കോമൺ ട്രേസ് എലമെന്റ് ആണ്. ഫസ്റ്റ് കോമൺ ട്രേസ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അയൺ ആണ്. അയൺ കഴിഞ്ഞിട്ടുള്ള ട്രേസ് എലമെന്റ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. ഓക്കെ, പിന്നെ സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ കാർബോണിക് ആൻഹൈഡ്രേസ്, കുറെ എൻസൈമിന്റെ കോഫാക്ടർ ഒക്കെ ആയിട്ട് സിങ്ക് വർക്ക് ചെയ്യും. അപ്പം എല്ലാം എൻസൈമാറ്റിക് റിയാക്ഷൻസ്, ഏകദേശം 200ഓളം എൻസൈമാറ്റിക് റിയാക്ഷനിൽ സിങ്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ജീന്റെ ട്രാൻസ്ക്രിപ്ഷൻ, ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം, അങ്ങനെ കുറെ പ്രോസസ്സിൽ ഈ സിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഡയറ്ററി സോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം മീറ്റ് അങ്ങനത്തെ ഉള്ള സംഭവമായിരിക്കും. ലിവർ, ആനിമൽസിന്റെ ഒക്കെ ലിവർ, ഓയിസ്റ്റർ, മീറ്റ്, ഫിഷ്, അതൊക്കെയാണ് ഇതിന്റെ ഡയറ്ററി സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ്. പിന്നെ ഇത് മോസ്റ്റ് കോമൺലി ലോക്കലൈസ് ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചാൽ ബോണിലും സ്കെൽറ്റൽ മസിലിലും ആണ്. ഓക്കെ, ബോണിലും മസിലിലും ആണ് ഇത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. മറ്റേ ആ ക്യൂസ് ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു, ക്വാറന്റൈൻ ക്യൂസിന്റെ അകത്തെ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മളെല്ലാരും കുറെ ഡിസ്കസ് ഒക്കെ ചെയ്തേ. അക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതീക്ക ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ സംഭവം. സ്പെല്ലിംഗ് ഉണ്ടോ? അക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതീക്ക. ഓക്കെ, ആ എല്ലാം പറയാം. ടെക്സ്റ്റില് ഇങ്ങനെ ഈ ഒരു സാധനം ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചേ ഇതിപ്പോ ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്നാ പറയുന്നത്, പിന്നെ എന്തിനാ നമ്മൾ ഇതിനകത്ത് പഠിച്ചത്? ഇതെന്ന് വെച്ചാൽ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യന്റ് ആയിട്ടുണ്ട്, അതായത് സിങ്ക് ഡെഫിഷ്യന്റ് ആകുമ്പോഴും ഉണ്ടാവാം. നോർമലി ഈ അക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതീക്ക എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റെസസീവ് ആയിട്ട് ഒരു ഡിസോർഡർ ആണ്. ഇവിടെ വരുന്ന മേജർ ഇതെന്ന് പറഞ്ഞാൽ ഒരു എൻസൈം അല്ല, ഒരു പ്രോട്ടീന്റെ ഡിഫക്റ്റ് ആണ്. സിങ്ക് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ എന്ന് പറയും. സിങ്കിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ. ഓക്കെ, അതിന്റെ ഡിഫക്റ്റ് കാരണം സിങ്കിനെ അബ്സോർപ്ഷൻ ചെയ്യാതെ വരുന്നു. ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഡിഫക്റ്റീവ് ആണ് സിങ്കിന്റെ. ഓക്കെ, സിങ്ക് ട്രാൻസ്പോർട്ടർ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണ്. ഓക്കെ, ഇത് ഏർലി ഇൻഫൻസിയിലാണ് കൂടുതലായിട്ടും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ്, ജനറ്റിക് ആയിട്ടുണ്ട്, അക്വേർഡ് ആയിട്ടുണ്ട്. ജനറ്റിക് ആണ് ഞാൻ പറഞ്ഞ ഓട്ടോസോമൽ റെസസീവ് ആയിട്ട് വരാം. പിന്നെ അന്നാണെങ്കിൽ മേപ്പിൾ സിറപ്പ് യൂറിനോ അങ്ങനെ എന്തോ ആ ക്വസ്റ്റ്യൻ അകത്ത് ഉണ്ടായിരുന്നു തോന്നി, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സിങ്ക് ഡെഫിഷ്യൻസി ആയിട്ട് വരാം. പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് അസോസിയേറ്റ് ചെയ്ത് വരാം. മേപ്പിൾ സിറപ്പ് യൂറിൻ അതുമായിട്ട് വരാം. ഓക്കെ, പിന്നെ അക്വേർഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞ, അതായത് മാൽന്യൂട്രീഷൻ ഒക്കെ വരുമ്പം അവിടെ ഈ ഇത് വരാം. അതുപോലെ തന്നെ ക്വാഷിയോക്രോയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. പിന്നെ കുറെ ഡ്രഗ്സ് ഇത് കോസ് ചെയ്യുന്നുണ്ട്, പെൻസിലാമിനും സൈറ്റോടോക്സിക് ഡ്രഗും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചറിലോട്ട് വരുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുമ്പം ഇവിടെ വെസിക്കുലോ ബുള്ളസ് ആയിട്ടുള്ള റാഷ് ആണ്. വെസിക്കുലോ ബുള്ളസ് റാഷ് ആണ്. വെസിക്കുലോ ബുള്ളസ് ആയിട്ടുള്ള റാഷസ് ആണ്. ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കും, സ്കെയിലി ആയിരിക്കും, എക്സിമാറ്റസ് ലീഷൻ ആയിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ പെരിഫിഷ്യൽ എന്നാ പറയുന്നത്. ഓക്കെ, പെരി എന്ന് വെച്ചാൽ പെരിനിയം, ഓരിഫിഷ്യൽ എന്ന് വെച്ചാൽ എറൗണ്ട് ദ മൗത്ത്. ഓക്കെ, അപ്പൊ ആ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്ന പെരി ഓരിഫിഷ്യൽ ഈ വെസിക്കുലോ ബുള്ളസ് റാഷ് കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ
കൂടുതൽ ഓറലും പിന്നെ ആ പെരിനിയത്തിന്റെ അവിടെ റീജിയനും ആയിരിക്കും കാണുന്നത്. വെസിക്കുലോ ബുള്ളസ് ആയിട്ടുള്ള റാഷ് ആയിരിക്കും. പിന്നെ ഇതുമായിട്ട് അലോപേഷ്യ ആണ്, മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. അലോപേഷ്യ കാണാം. അതുപോലെ തന്നെ ഐ ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് കുറെ ഐ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ പഠിച്ച കൺജങ്ക്റ്റിവൈറ്റിസ്, ബ്ലിഫറൈറ്റിസ്, ഫോട്ടോഫോബിയ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ. പിന്നെ ക്രോണിക് ഡയറിയ ആണ് ഈ പേഷ്യന്റിന്. ഓക്കെ. നമ്മൾ പഠിച്ചിട്ടില്ല, ഈ ഡയറിയ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് സിങ്ക് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ കൂടുതൽ ഈ സിങ്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൂളൊക്കെ വഴിയാണ്. അതുകൊണ്ട് ഡയറിയ ഒക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ സിങ്ക് ഡെഫിഷ്യന്റ് ആവും. ഓക്കെ. അതുപോലെ സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉണ്ടപ്പോഴും അതിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് ക്രോണിക് ഡയറിയ വരാം. ഓക്കെ. പിന്നെ ഈ കുട്ടികളുടെയൊക്കെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. ഗ്രോത്ത് റിട്ടാർഡേഷൻ, സ്റ്റോമറ്റൈറ്റിസ് അതൊക്കെ ഉണ്ട്. ഓക്കെ. വൂണ്ട് ഹീലിംഗ് ഒക്കെ കുറയും. അത് നോക്കണ്ടാവല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, കണ്ണിനൊക്കെ കുറെ ഫീച്ചേഴ്സ് വേണം. കൺജങ്ക്റ്റിവൈറ്റിസ്, ബ്ലിഫറൈറ്റിസ് എല്ലാം ഉണ്ട്. ഫോട്ടോഫോബിയ എല്ലാം ഉണ്ട്. ഓക്കെ. അതിന് ഏറ്റവും ഇതിന്റെ ട്രയഡ് എന്ന് പറഞ്ഞാൽ അലോപേഷ്യ, മുടി പോവും. ഡെർമറ്റൈറ്റിസ്, ആ വെസിക്കുലോ ബുള്ളസ് റാഷ് ആയിരിക്കും. പിന്നെ ഡയറിയ കാണും. ഓക്കെ. ഇത് ഇത്ര എഴുതാൻ മറക്കരുത്. ക്രോണിക് ഡയറിയ, ഡെർമറ്റൈറ്റിസിന്റെ അകത്ത് വെസിക്കുലോ ബുള്ളസ് റാഷ് എവിടെ കൂടുതൽ കാണുന്നതെന്ന് എഴുതണം. പെരി ഓരിഫിഷ്യൽ ആണ്, എറൗണ്ട് ദ മൗത്ത് ആൻഡ് പെരിനിയം. പിന്നെ അലോപേഷ്യ കാണും. ഓക്കെ. ഗ്രോത്ത് റിട്ടാർഡേഷൻ, മൊത്തത്തിൽ കുട്ടിയുടെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേതുപോലെ തന്നെ ഹിസ്റ്ററി എടുക്കുക, ഡയറ്ററി ഹിസ്റ്ററി എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഫിഷ്യൻസി, സിങ്കിന്റെ ഡെഫിഷ്യൻസി എവിടുന്ന കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്മയിലോ അല്ലെങ്കിൽ ഹെയറിന്നോ നമ്മൾ സിങ്കിന്റെ ലെവൽ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്നൊന്നുമില്ല, പ്ലാസ്മയുടെ ബ്ലഡ് ആയിരിക്കും, ഹെയറിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ രണ്ട് സ്ഥലത്തെയും സിങ്ക് നോക്കുമെന്ന് അവർ പറയുന്നത്, ഹെയറും പ്ലാസ്മയും. ഓക്കെ. ഡയറ്ററി ഹിസ്റ്ററി, പിന്നെ പ്ലാസ്മയിലും ഹെയറിലും ഉള്ള സിങ്കിന്റെ ലെവൽ മിക്കവാറും ലോ ലെവലായിരിക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ നോർമലി നമ്മൾ ഇതിന്റെ നോർമൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 3.5 to 5 milligram പെർ ഡേ ആണ്. ഓക്കെ. നോർമലി ഒരു കുട്ടിക്ക് വേണ്ടത്. ഓക്കെ. അപ്പം ഈ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 0.5 to 1 mg per kg per day ആണ്. ഓക്കെ. 0.5 to 1 mg per kg for day. ഓക്കെ. ഇനി മാൽനറിഷ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഡോസ് കൂട്ടി കൊടുക്കണം, 2 to 4 ആക്കി കൊടുക്കണം. ഇത് തന്നെ mg per kg per day. ഓക്കെ. ജസ്റ്റ് ഇത്രേ ഓർത്താൽ മതി. ഞാൻ സ്പീഡ് പറയാവേ. അപ്പൊ വൈറ്റമിൻ സി സോഴ്സും അതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഫീച്ചേഴ്സ് എല്ലാം ഓർത്തേക്കണം. ഓക്കെ. ജിഞ്ചിവൈറ്റിസ്, ബ്ലീഡിങ് ഗംസ് ഉണ്ട്. പിന്നെ അനീമിയ ഓർത്തോണം. പിന്നെ ജോയിന്റിന്റെ അകത്ത് കുറെ മാനിഫെസ്റ്റേഷൻസ്, സബ് പെരിയോസ്റ്റിയൽ ആയിട്ടുള്ള ഹെമറേജസ് കാണാൻ പറ്റും. പിന്നെ എഫ്യൂഷൻസ് കാണാൻ പറ്റും. ഓക്കെ. പെറ്റിക്കൽ റാഷസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഫ്രോഗിലേക്ക് പോസ്ചർ കാണാൻ പറ്റും. അത് നമ്മൾ പറയണം. സെമി ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പും ഉണ്ട്, അതുപോലെ തന്നെ നീയും ഉണ്ട്. സെമി ഫ്ലെക്ഷൻ ആണ് സെമി. പിന്നെ നമ്മൾ പറഞ്ഞത് സ്കോർബ്യൂട്ടിക് റോസറി, അത് ഓർത്ത് വെച്ചോണം. അവിടെ നിന്ന് പറഞ്ഞാൽ ആംഗുലർ സ്വെല്ലിംഗ് ആണ്. എവിടാന്ന് ചോദിച്ചാൽ കോസ്റ്റോകോൺട്രൽ ജംഗ്ഷനിലാണ്. വിത്ത് ഡിപ്രഷൻ ഓഫ് സ്റ്റേണം ഡിപ്രഷൻ ആയിപ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്വെല്ലിംഗ് ആയിട്ട്. ഓക്കെ. സ്കോർബ്യൂട്ടിക് റോസറി. പിന്നെ എക്സ്റേക്കകത്ത് ഇമ്പോർട്ടന്റ് സൈൻസ് എല്ലാം ഓർത്തോണം. വിംബർഗർ സൈൻ എന്ന് പറയുമ്പോൾ എവിടെ കാണുന്ന എപ്പിഫൈസിസിൽ റിംഗ് എപ്പിഫൈസിസ് ആയിരിക്കും. പിന്നെ മെറ്റാഫൈസിസ് കാണുന്ന 2. ഓക്കെ. ട്രമ്മർഫെൽ സോണും അതുപോലെ തന്നെ വൈറ്റ് ലൈൻ ഓഫ് ഫ്രാങ്കിൽ ഓർക്കണം. പിന്നെ പെൽക്കൻ സ്പർ. ഓക്കെ. പിന്നെ നമ്മൾ കോർട്ടെക്സ് നോക്കുകയാണെങ്കിൽ പെൻസിൽ തിൻ കോർട്ടെക്സ് ആയിരിക്കും. ഇതെല്ലാം ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബോൺ ഫോർമേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ അക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതിക്കയുടെ കോസസ് ഒക്കെ പറഞ്ഞ് പെരി ഓരിഫിഷ്യൽ അത് ഓർത്ത് വെച്ചോണം. പിന്നെ ഇവിടെ എന്തുവാ, സിങ്ക് ട്രാൻസ്പോർട്ടർ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാരണം ഇൻഡസ്റ്റൈനിന്റെ അകത്ത് സിങ്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഓക്കെ. പിന്നെ മേജർ റീജിയൻ ഒക്കെ പറഞ്ഞ് ഫീച്ചേഴ്സ് അലോപേഷ്യ ഓർക്കണം. പിന്നെ ഐ ചേഞ്ചസ് ഓർക്കണം. ഡയറി ഓർക്കണം. മൊത്തത്തിൽ കുട്ടിക്ക് എല്ലാം കൂടെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിരിക്കും. ഓക്കെ. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കേടാ. ബൈ. താങ്ക് യു. Thank you. താങ്ക് യു. Thank you. Thank you.